വന്ന സെപ്പാനിയമ്മ എന്ന് പറഞ്ഞ സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ എപ്പോഴും മാലാകും ഞാൻ നമ്മളോടും ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു അവളുടെ അടുത്തൊന്ന് തിരുമ്മിക്കണമെന്ന്. അപ്പോൾ അവൾ സോഫയിലിരിക്കുമ്പോൾ അവൻ താഴെ വന്നിരുന്നു, എന്നിട്ട് തിരുമ്മി കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് വേദന പോയി കേട്ടോ. അപ്പോൾ മാലാക്കുഞ്ഞ് ഞാൻ വേദന പോകാതിരിക്കുക. അപ്പോൾ ആ ഒരു അനുഭവം എനിക്ക് ശരിക്കും അറിയാം. മാനന്തവാടി രൂപതയിലെ നടവയൽ ഇടവകയിൽ ഒരു അത്ഭുത കാഴ്ചയുണ്ട്. കൈ രണ്ടും മേല, ശരീരം ചലിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. കാല് കൈയായി പ്രവർത്തിക്കുന്ന 33 വയസ്സുകാരി ഒരു ജോബിതയുണ്ട്. ഈ ജോബിതയുടെ ജീവിതം ഒരു അത്ഭുത ജീവിതമാണ്. ജോബിത പരിശുദ്ധ അമ്മയെയും പരിശുദ്ധ കുർബാനയൊക്കെ അഗാധമായി പ്രണയിക്കുന്ന ഒരു പെങ്കൊച്ചാണ്. നമുക്കൊക്കെ കൈയുണ്ട് ജപമാല ചൊല്ലാൻ, പക്ഷേ ഇവള് കാലുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. മോള് കാലം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്നത്. എഴുതുന്നത്, പിന്നെ ചിത്രം വരയ്ക്കും, കഥ എഴുതും. ആരുടെങ്കിലും ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ അവർക്ക് ഈ പാട്ട് വെച്ചിട്ട് ആ പാട്ടിൻ്റെ അനുസരിച്ച് തന്നെ അവരുടെ ഒരു ഫോട്ടോയും ഈശോയുടെ ഫോട്ടോയും അല്ലെങ്കിൽ മാതാവിൻ്റെ ആണെങ്കിൽ ആ പാട്ടിനനുസരിച്ചുള്ള ഇതനുസരിച്ച് അത് ശരിയാക്കി വെച്ചതിന് ശേഷം അവർക്ക് അയച്ചു കൊടുക്കും. കാലം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മൂത്ത മോൻ്റെ പേര് ജെയ്സൺ. അവൻ മാലിദ്വീപിൽ റിസോർട്ടിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ജിൻസൺ, അവൻ കല്യാണം കഴിച്ചു. ഭാര്യ ഷാർജയിൽ ജോലി ചെയ്യുന്നു. പപ്പ മരിച്ച പിന്നെ അവൻ ജോലിക്കൊന്നും പോയില്ല. മൂന്നാമത്തത് ജോബിത. അവൾക്ക് സെർബറൽ പൾസി എന്നുള്ള അസുഖം മൂലം ജന്മന തന്നെ നടക്കില്ലായിരുന്നു. കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു, പക്ഷേ ഒന്നും ഫലപ്രദമായില്ല. ധ്യാനത്തിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ ഹിതം അതായിരുന്നു എന്ന് മനസ്സിലാക്കി. ഇപ്പം എവിടെയും കൊണ്ടുപോകുന്നൊന്നുമില്ല. അവൾ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അവൾക്ക് പരിശുദ്ധ കുർബാനയോട് ഭയങ്കര ആവേശമായിരുന്നു. ഞാൻ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റാതെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അന്ന് ഭയങ്കര കരച്ചിലായിരിക്കും. പിന്നെ ഞാനും പോകില്ല, എനിക്ക് ഭയങ്കര വിഷമം. പള്ളിയിൽ പോയിരുന്ന പിന്നെ അവളുടെ കരച്ചിൽ മാത്രമേ ഓർമ്മയിൽ വരുള്ളൂ. അവളെ എടുത്തുകൊണ്ട് അങ്ങനെ പോകുമായിരുന്നു. മറ്റുള്ള ആദ്യ കുർബാനയ്ക്കൊക്കെ ഞാൻ കൊണ്ടുപോകുമായിരുന്നു. അപ്പം ഈ വെളുത്തുടുപ്പിട്ട് കുട്ടികളിങ്ങനെ വരുന്നത് കാണുമ്പോൾ അവൾ പറയും എനിക്കും അതുപോലെ ഒന്ന് കുർബാനയിൽ കൊതിയുണ്ടെന്ന്. അപ്പം ഞാൻ പറയും മോള് നല്ലപോലെ പ്രാർത്ഥിച്ചോ, അപ്പം ഈശോ അതിനുള്ള അനുഗ്രഹം തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഞാൻ കാപ്പിക്കുരിയൊക്കെ ഇങ്ങനെ പറിച്ച് കഴിഞ്ഞ് വരുമ്പോൾ അവൾക്ക് 2 കൈയും വിരിച്ച് പിടിച്ച് മുട്ട് കുത്തിയിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഈശോയെ സ്വീകരിക്കാനുള്ള ആഗ്രഹമുണ്ട്, അത് സാധിക്കാൻ വേണ്ടിയിട്ട് ഈശോനോട് പ്രാർത്ഥിക്കുകയെന്ന്. പിന്നെ എല്ലാ കാര്യങ്ങളും വേഗം പഠിക്കുമായിരുന്നു. ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഒക്കെ നമസ്കാരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഒരു 2 പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി, അപ്പം തന്നെ എല്ലാ കാര്യങ്ങളും വേഗം പഠിച്ചു കഴിയും. പിന്നെ ചൊല്ലി കേൾപ്പിക്കും. ജനുവരി 10-ാം തീയതിയാണ് അവളുടെ ബർത്ത്ഡേ. അന്ന് തന്നെ ആദ്യ കുർബാനയിൽ കൊള്ളാനായിട്ടുള്ള ഒരുക്കങ്ങളിലെല്ലാം പഠിച്ചു. അങ്ങനെ ആദ്യ കുർബാന കൈക്കൊള്ളാനായിട്ടുള്ള ആഗ്രഹം അങ്ങനെ അന്ന് സഫലമായി. 2002 11-ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ നല്ലൊരു ഉടുപ്പ് കിട്ടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അന്ന് ഞങ്ങൾ അത്ര കഴിവുകളൊന്നുമില്ല. അപ്പോൾ 150 രൂപേൻ്റെ ഒരു ഉടുപ്പ് മേടിക്കുക എന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ അനിയൻ്റെ ഭാര്യ ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻറ്റി വന്നപ്പോൾ അവൾക്ക് നല്ല മിന്നുന്നൊരു ഉടുപ്പ് മേടിച്ച് കൊണ്ടുവന്നു ആദ്യ കുർബാനയ്ക്ക്. അപ്പോൾ അവളുടെ ആഗ്രഹം സാധിച്ചു. മിന്നുന്ന ഉടുപ്പിനാണ് അവൾ ആഗ്രഹിച്ചിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മോള് പ്രാർത്ഥിക്കേ, നമുക്ക് ഇതിനെ പറ്റുള്ളൂ, ഏതായാലും 150 രൂപേൻ്റെ ഒരു ഉടുപ്പ് മേടിക്കാം. പക്ഷേ ആ മിന്നുന്നൊരു ഉടുപ്പ് ഒക്കെ കിട്ടി. ആദ്യ കുർബാനയിൽ കണ്ടപ്പോഴത്തേക്ക് അത് പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ കൊണ്ടുപോകണം. പിന്നെ എന്നെ എല്ലാ ദിവസവും കൊണ്ടുപോകാൻ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഇങ്ങനെ പള്ളിയിൽ കൊണ്ടുപോയി കുർബാനയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് കുറച്ച് പുറകിൽ നിൽക്കുകയുള്ളൂ. എന്നുവെച്ചാൽ എനിക്കങ്ങനെ മുന്നിലേക്ക് വിളയും കൊണ്ട് പോകുമ്പം എനിക്ക് തന്നെ ഒരു വിഷമം, മറ്റുള്ളവർക്കൊക്കെ എല്ലാവരും ഇങ്ങനെ നോക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത. അന്നൊക്കെ എനിക്ക് ഭയങ്കര വിഷമങ്ങളായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പം എല്ലാം നല്ല ഫ്രീ ആട്ടോ.
എന്നിട്ട് ഞാൻ മുന്നിലേക്കൊന്നും കൊണ്ടുപോയില്ല. പുറകിലെ ഉണ്ണീശൻ്റെ രൂപത്തിൻ്റെ അവിടെ ഒരു വലിയ തൂണിൻ്റെ അവിടെ നിൽക്കുകയുള്ളൂ. അപ്പം കുറേ ജനങ്ങളുണ്ട്. എല്ലാവർക്കും കുർബാനയ്ക്ക് കൊടുത്തിങ്ങനെ പോയി. സിസ്റ്റേഴ്സും ഉണ്ട്, അച്ഛന്മാരും ഉണ്ട്. എല്ലാം ഇങ്ങനെ കടന്നു പോയി. ഇവർക്ക് കുർബാന കിട്ടിയില്ല, എനിക്കും കിട്ടിയില്ല. ഞങ്ങളൊക്കെ അവിടെ തന്നെ നിന്നേ ഉള്ളൂ. ഇവള് ഭയങ്കര കരച്ചിലാണ്, ഏങ്ങലടിച്ച് കരയുന്നുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ അപ്പടി നാണക്കേടായ പോലെ തോന്നിയത്. എനിക്കതിനെ വെച്ചാൽ കുർബാനയെ പറ്റിയുള്ള ഒരു ഇത് കൂടുതലില്ല, പക്ഷേ എന്നെക്കാളും കൂടുതൽ അവൾക്കുണ്ട്. അവൾ ഭയങ്കര ഏങ്ങലടിച്ച് നിൽക്കാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ കാല് മടക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ അടുത്തിരിക്കുന്ന ഒരു പേരമ്മനോട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യും, മേലെ ചെന്നിട്ട് മദറിനോട് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പുറകെ മദറിനോട് പറഞ്ഞു കൊച്ചിന് കുർബാനയ്ക്ക് കിട്ടിയില്ലെന്ന്. അപ്പോഴത്തേക്കും കുർബാനയും കഴിഞ്ഞു, നൊബേലയും കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ അന്നേരം ഏതോ ഒരു ചേട്ടൻ പുറകിൽ നിന്ന് ഇത് കണ്ടു, ഇവൾ കരയുന്നത്. അപ്പം അച്ഛൻ്റെ അടുത്ത് പുറകിൽ കൂടി ചെന്നിട്ട് അച്ഛനോട് വിവരം പറഞ്ഞു, കപ്പേരോട് പറഞ്ഞു. അച്ഛൻ മുമ്പിലേക്ക് വന്നു. അപ്പോഴത്തേക്കും സിസ്റ്ററും ചെന്നും പറഞ്ഞു. പിന്നെ സക്കറാരി തുറന്ന് കൊണ്ടുവന്ന് പിന്നെ ആശീർവാദം കൊടുത്തു, കൊച്ചിന് കുർബാനയ്ക്ക് കൊടുത്തു. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്തിനിങ്ങനെ കിടന്ന് കരഞ്ഞ? എനിക്ക് നാണക്കേടായിപ്പോയിന്ന്. മമ്മി എല്ലാ ദിവസവും പോയി കുർബാന സ്വീകരിക്കുന്നില്ല, ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്നിട്ട് എനിക്ക് കിട്ടാതെ പോയപ്പോൾ എൻ്റെ വിഷമം എന്താണെന്ന് മമ്മയ്ക്ക് അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ആൾത്തറയിൽ നിന്ന് കുർബാനയും കൊണ്ട് വരുമ്പോൾ തന്നെ ആ പുഞ്ചിരി ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര ഭക്തിയോടുകൂടി സ്വീകരിക്കും. ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ എന്നെക്കാളും കൂടുതൽ അവൾക്കാണ് ഭക്തി. അവൾ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥ ഒന്ന് ഈശോയുടെ. ഈശോ ഉണ്ടായിട്ട് പിന്നെ ഈശോയെ യൂതന്മാർ അടിച്ചതും പിന്നെ ഈശോ മരിക്കുമ്പം ദേവാലയത്തിൽ തിരിച്ചയിൽ രണ്ടായിട്ട് അതൊക്കെ ആ ഭാഗങ്ങളൊക്കെ പറഞ്ഞ് ഈശോയെ കുരിശിൽ തറയ്ക്കുന്ന അതൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങി പൊട്ടിക്കറിയാണ്. യൂട്യൂബിലൊക്കെ ഉണ്ട് ഈശോയെ ചമ്മട്ടി കൊണ്ട് യൂതന്മാർ അടിക്കുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്കും അവളുടെ ഇവിടെയൊക്കെ വിഷമ അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യം ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ, അതൊന്നും കാണാൻ പറ്റില്ല. തലേ ദിവസമൊക്കെ ഒത്തിരി പണികളൊക്കെ എടുത്ത് മടുത്തു പോകുമായിരിക്കും. ചിലപ്പം നടുവേദനയൊക്കെ അനങ്ങാൻ പറ്റില്ല. പിന്നെ എവിടെ വേദന എന്ന് ചോദിച്ചൊന്ന് തിരുമ്പി തന്നേച്ച് എന്നോട് പറയും, അത് പൊയ്ക്കോളും. പിന്നെ നേരം വെളുക്കുമ്പോഴത്തേക്ക് എനിക്കറിയില്ല വേദന എവിടെ നിന്ന് പോയെന്നറിയില്ല, തീർത്തും പോയിരിക്കും. എനിക്ക് പള്ളിയിൽ പോകാൻ സാധിക്കും. രാത്രിയിലൊക്കെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ച് കുടുംബത്തെ സ്ഥാപിക്കുക എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അതൊരിക്കലും ഉപേക്ഷിക്കില്ല. ഞാൻ എല്ലാ പ്രാർത്ഥനകളും മൊത്തം എല്ലാം തന്നെ അറിയാം. കർത്താനുഗ്രഹിക്കുന്നതിലൊക്കെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് പറയും. അപ്പോൾ കുടുംബത്തെ സ്ഥാപിക്കുക, ഒന്നും ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം കുടുംബത്തെ സ്ഥാപിക്കുക എന്നുള്ള പ്രാർത്ഥനയും ചൊല്ലി ബൈബിളും വായിക്കണം. അത് നിർബന്ധമാണ്. മൂത്തവൻ ഇങ്ങനെ ഒന്നും ബോൾ കളിച്ചാൽ ഒന്ന് വീണു. അപ്പം നടുവ് മിന്നിപ്പോയി. അപ്പോൾ അവനെ സെപ്പാനിയമ്മ എന്ന് പറഞ്ഞ സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ എപ്പോഴും മാലാക്കും ഞാൻ നമ്മളോടും ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ നീ അവൻ്റെ അടുത്ത് അവളുടെ അടുത്തൊന്ന് തിരുമ്മിക്കണം. അപ്പോൾ അവൾ സോഫയിലിരിക്കുമ്പോൾ അവൻ താഴെ വന്നിരുന്നു. എന്നിട്ട് തിരുമ്മി കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് വേദന പോയി കേട്ടോ. അപ്പോൾ മാലാക്കുഞ്ഞ് ഞാൻ വേദന പോകാതിരിക്കുക. അപ്പോൾ ആ ഒരു അനുഭവം എനിക്ക് ശരിക്കും അറിയാം. പപ്പ മരിക്കുന്നതിന് മുമ്പ് തീരെ അവസ്ഥയായിട്ട് 2 മാസത്തോളം കടന്നു. അപ്പോൾ നമ്മളെല്ലാം ചെയ്തു കൊടുക്കണമായിരുന്നു. എയർ ബെഡേയിൽ നിലത്ത് കിടത്തിയിരിക്കുകയായിരുന്നു. ഭക്ഷണമൊക്കെ ഇങ്ങനെ മടിയിൽ തലയെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ കൊച്ചനോട് പറഞ്ഞു, മമ്മി പപ്പ പോകാറായിട്ടുണ്ട് കേട്ടോ, പിന്നെ മമ്മി ഒരു കാര്യം ചെയ്യണം, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പപ്പയുടെ നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് ശനിയാഴ്ച അവൾ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ശനിയാഴ്ച രാവിലെ വൈകുന്നേരം ഞായറാഴ്ച രാവിലെ ഇങ്ങനെ നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുത്തു. ഉച്ച കഴിഞ്ഞ് 5 മണിയായപ്പം മരിച്ചു. അപ്പോൾ പിന്നെ കാണാനായിട്ട് അടുത്ത് പോകാനൊന്നും അവൾക്ക് പറ്റിയില്ലായിരുന്നു. അതുപോലെ അവൾ തീരെ സീരിയസ് ഇല്ല അവസ്ഥയിലായിരുന്നു. 2 ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾ ധ്യാനത്തിന് പോയിരുന്നു. അപ്പം ഞാൻ ഇവിടെ ജിൻസൺ അവിടെ കൊണ്ട് ഇറക്കും, വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അവിടെ നിന്ന് നടന്നു വരണം അങ്ങോട്ട്. ആദ്യം കയറുന്ന പോലെയല്ല, അപ്പം മുറ്റത്തേക്ക് കയറാൻ പറ്റില്ലാത്തതുകൊണ്ട് നടന്നു ഇങ്ങനെ വരണം. അപ്പോൾ ഏറ്റവും മുന്നിൽ പോയിരിക്കണം. ആദ്യമൊന്നും ഞങ്ങളങ്ങനെ പോയില്ലായിരുന്നു. ഇപ്പം എനിക്കത് ഭയങ്കര അവളൊക്കെ ഇഷ്ടം ഏറ്റവും അടുത്തിരുന്ന് കുർബാന കൂടുകയാണ്, അടുത്ത് മുന്നിൽ. അപ്പോൾ ഒരു കസേരയുണ്ട് കൊണ്ടിട്ടാൽ, മറ്റേ ബെഞ്ചിലിരിക്കാൻ ബുദ്ധിമുട്ടാണ്. കസേരയിലാവുമ്പോൾ അപ്പോൾ ഒരു കാലും കൂടി ഇങ്ങനെ വെച്ച് കാല് പിടിക്കണം. കസേരയിലിരുന്ന കുർബാന കൂടുക. അപ്പം ആരെങ്കിലും സിസ്റ്റേഴ്സോ കൂടെയുള്ളവരോ ഒരു കസേര എടുത്തുകൊണ്ട് ഇട്ട് തരും. അവൾ അതാ കുർബാന കഴിയുന്നവരെയും ഇങ്ങനെ ഇച്ചിരി സപ്പോർട്ട് വേണം, തല ഇങ്ങനെ ആകുന്നത് കൊണ്ടേ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരുന്നാണ് കുർബാനയ്ക്ക് കൂടുന്നത്. ധ്യാനമൊക്കെ 4 മണിക്കൂറും ഇങ്ങനെ ഇരുന്ന് കൂടി. ഇവിടെ നമുക്ക് കൈയുണ്ട്, ജപമാല ചൊല്ലാൻ വളരെ ഈസിയാണ്. കാലുകൊണ്ട് ജപമാല ചൊല്ലുന്ന ജോബിത നമ്മെ അല്പവും കൂടി ജപമാല ഭക്തിയിലേക്ക് അടുപ്പിക്കട്ടെ.
വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.